ഹായ് മച്ചന്മാരെ, അപ്പോൾ എല്ലാവർക്കും ഒരു വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് ഞാനിന്നൊരു ചേമ്പ് കൊണ്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് കുറച്ച് ചേമ്പ് ഇട്ടിട്ട് കേട്ടോ. അപ്പോൾ ചേമ്പ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി ഒരു മെഴുക്കുരട്ടി വെക്കാമേ. അപ്പോൾ ചോറിന് പറ്റി ഒരു അടാറായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചേമ്പിനെ നല്ലതുപോലെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് കനം കുറയ്ക്കാൻ പറ്റുന്ന അത്രത്തോളം കട്ട് ചെയ്യണം. അപ്പോൾ അത്രത്തോളം പെട്ടെന്ന് വെന്ത് കിട്ടുമേ. അപ്പോൾ നല്ലതുപോലെ കട്ട് ചെയ്ത് ആദ്യം നല്ലപോലെ കഴിയണം കേട്ടോ. തോലൊക്കെ ചെത്തി നല്ലപോലെ കഴുകി ഇതേപോലെ കട്ട് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കണേ. നമുക്ക് അടുത്തതിലേക്ക് വേണ്ടത് സവാളയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ ചേർക്കാൻ ആവശ്യം ആ കണക്കിന് സവാളയും അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിതിലേക്ക്. അപ്പോൾ ഞാൻ എന്തായാലും ഇതേ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലിത് എണ്ണയൊക്കെ ഒഴിച്ച് കേട്ടോ. എണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ കടുക് പൊട്ടിക്കുകയാണേ. അപ്പോൾ എന്തോ കടുക് പൊട്ടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ആ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇത്തിരി ലെങ്തി ആയിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ കടുകൊക്കെ പൊട്ടുന്ന ശബ്ദവും. അപ്പോൾ എന്തായാലും മച്ചന്മാരെ ബാക്കി നമുക്ക് ഇങ്ങനെ കണ്ടുപോകാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ടുള്ള ചേരുവ ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ചേമ്പ് വേവിക്കാനായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാനത് വെള്ളം ഒഴിക്കുന്നില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചേമ്പായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാമേ. അങ്ങനെ അതേ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചേമ്പൊക്കെ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ അത് വീഡിയോ അതിൻ്റെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.